ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? ഇല്ല. ആ നിങ്ങളൊക്കെ ഒരേ ലാംഗ്വേജുകാരാണോ? മറാഠി, ഗുജറാത്തി, തമിഴ്, ഹിന്ദി. ഞാൻ വേറൊന്നും ചോദിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ മദർ ടങ്ങിൽ എന്നോട് സംസാരിച്ചാൽ ഞാൻ അതേ മദർ ടങ്ങിൽ റിപ്ലൈ തരാം. എന്താ തമ്മിൽ ഒരു പൊട്ടം കളി? അല്ല, ഞങ്ങൾക്ക് ആളെ മനസ്സിലായില്ല. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക. പിടികിട്ടിയില്ല? ഇല്ല ഇല്ല. സുല്ല്, ഞാനാണ് ശിശുപാലൻ, ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്, MDS. ഗുഡ് മോർണിംഗ്. പ്രഭാകരൻ നായർ പറഞ്ഞയച്ചിട്ട് വന്നതാണ്. കുട്ടിയെ നോക്കാൻ വേണ്ടി വന്നതാണല്ലേ? അതെ. കുട്ടിയുടെ മദർ ടങ് എന്താണ്? ഇതുവരെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. കുട്ടിക്ക് എന്ത് പ്രായം വരും? ഉദ്ദേശം 7-8 മാസം വരും. ആ, അപ്പൊ ഇതൊന്നും വേണ്ട. അല്ല, ഇതൊക്കെ എന്താണ് മനസ്സിലായില്ല? എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. ഇത് 3 വയസ്സിന് മേൽ പ്രായമുള്ള കുട്ടികൾക്ക് പ്രയോഗിക്കാനാണ്. ഇത് 5 വയസ്സിന് മേൽ, ഇത് 8 വയസ്സിന് മേൽ. കുട്ടി ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കാറുണ്ടോ? ഇല്ല. പറഞ്ഞോളൂ. ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇതിങ്ങനെ വെക്ക. ഇത് ജാക്കിയ, എന്നിട്ട് ഇതിലെ ഫീഡ് ചെയ്യുക. പേടിക്കണ്ട, ഇതെല്ലാം തിളച്ച വെള്ളത്തിലിട്ട് സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള ഉപകരണങ്ങളാ. സ്റ്റെബിലൈസ് ചെയ്യേ? അതെ. കുട്ടികൾക്ക് മേൽ പ്രയോഗിക്കുന്ന എല്ലാവിധ ആയുധങ്ങളും സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷമേ ഉപയോഗിക്കാവൂ. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ടെറ്റനസ് വരും. ഇതൊന്നും അറിയില്ലല്ലേ? അതെന്താ നിങ്ങൾക്ക് അറിയാത്തത്? ഇതാണ് കുട്ടികളുടെ ജീവിതത്തിലേക്കുള്ള വഴിത്താര. ഈ ഉപകരണം 10 വയസ്സിന് മേലുള്ള കുട്ടികളിൽ പ്രയോഗിക്കാനുള്ളതാണ്. ആഹാര പദാർത്ഥങ്ങൾ വലിച്ചെറിയുക, മറ്റുള്ളവരുടെ ഭക്ഷ്യസാധനം കയറി തുപ്പുക. അങ്ങനെ ചെയ്താൽ ഈ വളയം അടുപ്പിലിട്ട് നന്നായി പഴിപ്പിച്ച് അപ്പൊ ചോക്കും. കുട്ടിയെ തിരിച്ചു നിർത്തി, ആൺകുട്ടിയാണെങ്കിൽ ട്രൗസർ ഊരുക, പെൺകുട്ടിയാണെങ്കിൽ ഉടുപ്പ് വെക്കുക. എന്നിട്ട് ചന്തിരി പതുക്കെ ഇങ്ങനെ വെക്കുക. ഇവിടെ അമ്മമാര് ദോശ ഇടുന്ന പോലെ ശബ്ദം കേൾക്കും. പിന്നെ ആ കുട്ടി ലൈഫ് ലോങ്ങിൽ ആഹാര പദാർത്ഥങ്ങൾ വലിച്ചെറിയോ മറ്റുള്ളവരുടെ ആഹാര പദാർത്ഥങ്ങൾ തുപ്പുകയോ ചെയ്യുന്നതല്ല. ശാസ്ത്രീയമായ രീതിയിൽ വേണം കുട്ടികളെ പരിചരിക്കാൻ. ഇതിനെക്കുറിച്ച് ഞാൻ ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ, ഇതാണോ കുട്ടി? അല്ലല്ല. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എവിടെയാണ് കുട്ടി? അകത്താ. ഈ ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ കുറച്ച് വഴി തരൂ. താങ്ക് യു. 2 ആളെടുത്തോളൂ കേട്ടോ. കുട്ടി വലിയ വാശിയുള്ള കൂട്ടത്തിലാണോ? അങ്ങനെയൊന്നുമില്ല. എപ്പോഴും കരയാറുണ്ടോ? ഇല്ല. അപ്പൊ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ? എന്ത് കുഴപ്പം? സൗമ്യമായി പെരുമാറിയാൽ ഏത് കുഴപ്പമുള്ള കുട്ടിയെയും നമുക്ക് കീഴടക്കാം. കുട്ടിയുടെ പേരെന്താ? കിങ്ങിണി. ചിമ്മിനിയ? കിങ്ങിണി. ഇങ്ങിനി. ഉദാഹരണത്തിന്, അല്ല, കുട്ടി ഉറങ്ങുക. ഉറങ്ങാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാതെ കണ്ണടച്ച് ചിന്തിക്കുകയല്ലെന്ന് എനിക്കറിയാം. ബാർഗെയിൻ ചെയ്യരുത്. എല്ലാവരും ഞാൻ പറയാം, ബാർഗെയിൻ ചെയ്യരുത്. ശാസ്ത്രീയമായ രീതിയിൽ ഉറങ്ങുന്ന കുട്ടിയെ എങ്ങനെ കൊഞ്ചിക്കാം അത് ഞാൻ കാണിച്ചു തരാം. കൊച്ചുണമല്ലോ. അതേ ശരിയാക്കി തരാം. മോളെ, ലിസൺ ടു മീ. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി ഞാൻ എന്റെ ഡ്യൂട്ടി തുടങ്ങട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ചേട്ടാ, കുഞ്ഞിനെ നല്ലോണം നോക്കണേ. ആഹാരമൊക്കെ കൃത്യസമയത്ത് തന്നെ കൊടുക്കണം. ചേട്ടനെ വിശ്വസിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. കുട്ടികളെ നോക്കാൻ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. സായിപ്പിന്റെ കുട്ടി തൊട്ട് കൾച്ചറില്ലാത്ത മലയാളീസിന്റെ കുട്ടികളെ വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിലും ബാർഗെയിൻ വേണ്ട. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ 6 മാസം മുമ്പ് നോട്ടീസ് തന്ന് എന്നെ പിരിച്ചുവിട്ടോളൂ. തമ്മിൽ നോക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തന്ന ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഇന്ന് തന്നെ എത്തിച്ചേക്കണം. പിന്നെ എഴുതാൻ വിട്ടുപോയി, 2 ബോട്ടിൽ ആൽക്കഹോൾ. ആൽക്കഹോളോ? എന്തിന്? ശാസ്ത്രീയമായി കുട്ടികളെ പരിചരിക്കുന്നതിൽ ആൽക്കഹോളിന്റെ പങ്ക് ചെറുതല്ല. അതുകൊണ്ട് കുട്ടിയെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ 2-3 തുള്ളി ആൽക്കഹോൾ ഒഴിക്കേണ്ടതായിട്ട് വരും. അതിന്റെ ജീംസിനെ നശിപ്പിക്കാം. ഡെറ്റോളിന്റെ കാര്യം പറയുന്നത്. ഡെറ്റോൾ ഞാൻ വേറെ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഉപയോഗം എന്താണെന്ന് എനിക്കറിയാം. ഉടനെ ആൽക്കഹോൾ കൊണ്ട് എത്തിക്കാം. ആൽക്കഹോൾ എത്തിക്കാം. നിക്ക്. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങൾ ഈ 3 പേരിൽ ആരുടെയാണ് ഈ കുട്ടി? അല്ല, പാരന്റ്സ് ആയിട്ട് ചില ഡീലിങ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഞങ്ങളുടെ കുട്ടിയാ. 3 പേരും കൂടി ഒരുമിച്ചുള്ള കുട്ടിയാ? അത് നിങ്ങൾ അറിയണ്ട. എനിക്കറിയണം. ഈ കുട്ടി എവിടെ നിന്ന് കിട്ടി? ഞങ്ങളൊരു ഓർഫനേജ് എടുത്ത് വളർത്തുന്നു. എന്തിന്? ഒരു തമാശക്ക്. അങ്ങനെ തമാശക്കാണെങ്കിൽ ചെറിയൊരു കുരങ്ങച്ചനെ വളർത്തിയാ പോരെ? എന്താ ഞാൻ ചോദിച്ചാൽ വലിയ കുഴപ്പമുണ്ടോ? ഉമ്മ വയ്ക്കാൻ വരട്ടെ. പകർച്ചവാദികൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ പകരാൻ സാധ്യതയുണ്ട്.
അഥവാ നിങ്ങൾക്ക് ഉമ്മയ്ക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്നെ ഉമ്മച്ചോളൂ. എന്നാ എന്നാ ഓരോരുത്തരായിട്ട് ഓടോ കെട്ടിപ്പിടിക്കില്ല സാറേ. ഓ. കിങ്ങിണി ആ. ഓ. കുറ്റ, കുറ്റ. കുഞ്ഞു കുഞ്ഞു കുഞ്ഞു. മോളെ ആര്യപുത്രി, കരയല്ലേ കരയല്ലടി പൊന്നെ. ഇങ്ങിട്ട് കുജാര കുജാര ഇങ്ങിട്ട് കുജാര. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. കൊച്ചു കുട്ടി എടോ കുട്ടി കിടന്ന് കരയുന്നുണ്ടല്ലേ? അതേ കരയാണ്, അതുകൊണ്ടല്ലേ പാട്ട് പാടി ഓർക്കണേ. നിങ്ങൾ പോയി ഡ്രസ്സ് മാറിട്ട് വന്നേ. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. കൊച്ചു കുട്ടികൾ അബദ്ധ ഇങ്ങോട്ട് വന്നു. എനിക്കൊരു മേറ്റർ അറിഞ്ഞ കൊള്ളാന്നുണ്ട്. എന്താ? എനിക്കിവിടെ എന്ത് ജോലി? തനിക്കത് ഇതുവരെ മനസ്സിലായില്ലേ? ബാർഗെയിൻ ചെയ്യാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്റെ പരിപാലനത്തിൽ വേറെ ആൾ കൈ കടത്തുന്നത് എനിക്കിഷ്ടമല്ല. തനിക്കിപ്പോ എന്താ വേണ്ടത്? കുട്ടിയെ ശിശുപാലന് വിട്ടുതരൂ. എനിക്ക് കുട്ടിയെ താരാട്ട് പാടിയില്ലെങ്കിൽ ഉറക്കം വരില്ല. അതൊരു ശീലായി പോയി. രാത്രി ഇവിടെ കിടന്നോട്ടെ. ഓഫീസ് വർക്ക് കഴിഞ്ഞാൽ കുട്ടിയെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ ഷിഫ്റ്റ് അനുസരിച്ച് ജോലി ചെയ്യാൻ ഇത് HMT യോ അപ്പോളോ ടയേഴ്സോ ഒന്നും അല്ല. നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ തോഷിബ എന്തെങ്കിലും FH പൊക്കോളൂ, അല്ലെങ്കിൽ എവിടേക്കും പൊക്കോ. ഇയാൾക്ക് എന്താ ഭ്രാന്താണോ? ഞാൻ നല്ലൊരു താരാട്ട് പാടിയിട്ട് ഈ കൊച്ചിനെ ഉറക്കാൻ പോവാണ്. അതിനി ബാർഗെയിൻ ചെയ്തിട്ട് കാര്യമില്ല. വരൂ കുട്ടി. ദുഃഖഭാരം ചുമക്കുന്ന ദുശ്ശഗുണമാണു ഞാൻ. ചില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ കിങ്ങിണി, കല്ലെറിയല്ലേ കരിങ്കല്ലെറിയല്ലേ. കരിങ്കല്ലുകൾ കൊണ്ടെന്നെ എറിയാലാം. എടോ കുഞ്ഞു കിടന്ന് കരയുന്നുണ്ടല്ലേ? താങ്കൾ ഉറങ്ങുക. ആ കുട്ടി കുറച്ചു നേരം അവിടെ കിടന്ന് കരയട്ടോ. എനിക്ക് ആ കരച്ചിലായിട്ടല്ലേ ഉറക്കം വരുള്ളൂ. അതങ്ങനെ ഒരു ശീലായി പോയി. നീ കൊച്ചിനെ കഷ്ടം കേട്ടാ. ദേ ഞാൻ ഉറങ്ങിയിട്ട് നിങ്ങൾ കുട്ടീനെ അവിടെ കൊണ്ടുപോയി കിടത്തിക്കോളൂ. നിങ്ങൾ ഉറങ്ങിയിട്ട് കുട്ടീനെ അവിടെ കൊണ്ടുപോയി കിടത്തിക്കോളൂ. പിന്നെ ഞാനെങ്ങനെ ഉറങ്ങാ? കിങ്ങിണി കിങ്ങിണി നിന്റെ അമ്മൂമ്മ. ദേ ഇവിടെ എഴുതിട്ടിരിക്കുന്നുണ്ടല്ലേ കിങ്ങിണി അമ്മൂമ്മ. മോളെ കിങ്ങിണി കിങ്ങിണി. ഞാനിപ്പോ ഉറങ്ങാൻ എന്താ ചെയ്യാ? കീ കൊടുത്ത കരണ് ഒരു പാവം കൂടി കിട്ടാനില്ല. ഓരോരോ ശീലങ്ങൾ വന്ന എന്താ ചെയ്യ? ഉറങ്ങി തന്നെ അല്ലാണ്ട് എന്ത് ചെയ്യണേ? കിങ്ങിണി എടോ കിങ്ങിണി എവിടെ? എങ്ങനെയല്ലേ ഇത്? കിങ്ങിണി ഉറോ? ഇവിടെ ഇല്ലേ? ഞാൻ ഇവിടെ ഉറക്കി എടുത്തിട്ടുള്ളൂ. ഞാൻ ഇവിടെ കിടന്നത്. എന്റെ അമ്മോ, കുറച്ചു നേരത്തെ ആ പെരട്ട കിളവൻ വന്നിട്ടുണ്ടായിരുന്നു. ഏത് പെരട്ട് കിളവൻ? ഇന്നാണ് പറഞ്ഞില്ല ഒരു കിളവനും പെണ്ണും അവർ കൊണ്ടുപോയിട്ടുണ്ട്. കൊച്ചിനെ നോക്കാനല്ലേ ഇവിടെ തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് പാല് തുറന്നിട്ട് താൻ ഇവിടെ കിടന്ന് ഉറങ്ങുക. എടോ ഞാൻ കിങ്ങിണി എവിടെയാണ്? എനിക്കറിയില്ല. എന്താടാ? കിങ്ങിണിയെ കാണുന്നില്ലടാ. ആരോ എടുത്തോണ്ട് പോയെന്നാ തോന്നുന്നു. നീതു കിങ്ങിണിയെ കണ്ടോ? സുജി കിങ്ങിണിയെ കണ്ടോ? എന്താ ഉണ്ണി? എന്താ എന്താ കുഞ്ഞിനെ കാണുന്നില്ല. എന്റെ അമ്മേ, ചോർ! ഓ ചോർ ചോർ! ചോർ ചോർ ചോർ.
പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഡോക്ടർ സാറേ. बच्चे के साथ खेलते थे। बच्चे के साथ खेलते थे। तुम सब जाओ सब जाओ सब जाओ। बच्चे के साथ खेलते थे। क्या तुम्हारा मदर टंग क्या है? मदर टंग क्या है? हिंदी। हिंदी। 15 दिन का पहले का मर गया का कुत्ता का गोश्त खाकर बच्चे के साथ खेलते थे। चपाती तुम जाओ। ആ ഈ ഫ്ലാറ്റിലുള്ളവർക്ക് ഇസ്തിരി ഇട്ട് കൊടുക്കുന്ന രാമൻ വന്നിട്ടുണ്ട്. വല്ലതുണ്ടോ? ഇന്ന് വേണ്ട, നാളെ വരാൻ പറ. ഭയങ്കര തണുപ്പാ പുറത്ത്. വീടിന്റെ കയ്യില് ബീഡി അത് പിന്നെ അവിടെ എവിടെയും കാണുന്നു. സേർട്ടുണ്ട്. ദാ, ആ സിഗരറ്റ് തന്നെ ഉണ്ടില്ലേ? അത് മുഴുവൻ ഇരുന്നോട്ടെ. ഓ ഇനി ഒരു കാപ്പിയും കൂടി കിട്ടിയ രാവിലത്തെ ഫംഗ്ഷൻ ക്ലീൻ. അയ്യോ, അതിനിവിടെ കാപ്പിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിനെന്താ ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ സമയല്ലേ? അല്ല ഇവരൊന്നും എണീറ്റിട്ടില്ലേ? അല്ല, അവരുറങ്ങിക്കോട്ടെ, നമുക്ക് കാപ്പി ഉണ്ടാക്കാം. അല്ല, ഇവിടെ അടുത്തെങ്ങാനും പ്രസവിച്ച സ്ത്രീകളുണ്ടോ? പിന്നെ ഇവിടെ ഒക്കെ പ്രസവിച്ചവരനല്ലേ? പ്രസവിക്കാത്ത മച്ചു പെണ്ണുങ്ങളൊന്നും ഈ ഏരിയയിലില്ല. അതല്ല, ഈ ഫ്ലാറ്റിൽ അടുത്തിടെ പ്രസവിച്ച ഏതെങ്കിലും സ്ത്രീകളുണ്ടോ എന്നറിയാനാ. എന്താ കണ്ണിൽ മുലപ്പാൽ ഒഴിക്കാനാ? കണ്ണിന് എന്ത് പറ്റി? കണ്ണിന് കുഴപ്പമൊന്നുമില്ല. രാത്രി മുഴുവൻ ഒരു കൊച്ചു കുഞ്ഞിനെ നിർത്താനുള്ള കരച്ചിൽ കേട്ടു, അതാ ചോദിച്ചത്. അതാരടാ? ഞാൻ അറിയാതെ ഒരു പുതിയ കാര്യം. ഇനി ഇവരൊറ്റ കേട്ടോ? അവര് കേൾക്കാൻ വഴിയില്ല. ഇത് ആ ഭാഗത്തു നിന്നാണ് കേട്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ കരയാൻ പ്രായമുള്ള ഒരു കുട്ടി ഇവിടെ ഇല്ലല്ലോ. താഴെ ഇവിടെ എവിടെ കേൾക്കുന്നില്ലല്ലോ. ആ. ഇനി മുകളിലെറ്റായി Correct. ആയിരിക്കും. ഞാൻ നോക്കിട്ട് വരാം. മൂസക്കത്തിരി പാല് കിട്ടുവോ? അയ്യോ ബൂത്ത് അടച്ചു പോയി കാണുമല്ലോ. പാല് വാണി അതിരാവിലെ പോണ്ടേ? അല്ല നിങ്ങളൊന്ന് ഉദ്യോഗത്തിന് ഒരു ഗസ്റ്റ് ഉണ്ട്, ചായ കൊടുക്കാനാ. ഈ സമയത്ത് എവിടുന്ന് കിട്ടാനാ? ഇനി പാൽ അത്യാവശ്യമാണെങ്കിൽ മോളിൽ ഉണ്ണിത്താൻ സാറിന്റെ ഫ്ലാറ്റിൽ ഉണ്ടാവും. അവിടെ കാണോ? ഞാൻ വരാം. വേണ്ട 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 വേണ്ട, ഞാൻ പോയി വാങ്ങിച്ചോളാം. ഇതിലെന്തോ ഒരു അപാകത ഉണ്ടല്ലോ. എന്താ എന്നെക്കാല് TV ഓഫാക്കിയേ? മൂസാക്ക അത് കാണണ്ട. ഞമ്മക്ക് അതിനുള്ള പ്രായമില്ലേ? മൂസാക്കയുടെ പ്രായത്തെ ഞങ്ങൾ മാനിക്കണ്ടേ? എന്ത് മാനിക്കാൻ? ഒന്നിച്ചിരുന്ന് കണ്ട ഇങ്ങക്കാണ് അതിന്റെ ഗുണം. കാരണം നിങ്ങൾ കുട്ടികളാ. വല്ല സംശയം ഉണ്ടെങ്കിൽ നമ്മളത് തീർത്ത്. ഓ, അങ്ങനെ ഇവിടെ പാരും ഞങ്ങളുടെ സംശയം തീർക്കണ്ട. കള്ളു കുടിക്കാൻ നേരത്തെ ഒരു മതി. എന്താ 3 ഗ്ലാസ്? ആരാപ്പതിൽ ഒഴിവ്? അല്ല മൂസാക്ക, ഇങ്ങനത്തെ ദിവസം നിങ്ങൾക്കൊരു കമ്പനി വന്നില്ലേ? നിങ്ങൾ എന്ത് കരുതും? ഒരു ഗ്ലാസ് കുടിഞ്ഞേ. ആ പിന്നെ കുടിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക്. ഓരോ പെഗ് കഴിഞ്ഞാ മറ്റേ കാസറ്റ് ഇടണം. അതൊക്കെ ഇരിക്കട്ടെ. രാവിലെ പറഞ്ഞ കാര്യം അങ്ങ് മറന്നോ? അയൽക്കാരെ ഒന്നും ഇതുവരെ പരിചയപ്പെടുത്തി തന്നില്ല. May I come in, please? എന്റെ അല്ലോ വരുന്നുണ്ടോ റിട്ടയർഡ് കത്തി. ഓസിന് കിട്ടിയ ഒരു 6 പെഗ് ഒന്നിച്ച് തട്ടും. സോറി, ഞാൻ വന്ന് ബുദ്ധിമുട്ടായോ? സാറ് ഇരുന്നാട്ടെ. ഞാൻ ഉണ്ണിത്താൻ, റിട്ടയേർഡ് ഇംഗ്ലീഷ് പ്രൊഫസർ, 7B-യിൽ താമസം. ഞാൻ നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. എന്താ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കുട്ടികളില്ല, ഞങ്ങളെല്ലാം ബാച്ചിലേഴ്സാ. ഞാൻ കുട്ടികളെന്ന് വിവക്ഷിച്ചത് നിങ്ങളെ തന്നെയാ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങള് കുറച്ച് ബ്രാൻഡ് കഴിക്കാനുള്ള ഒരു പരിപാടിയാണ്. സാറ് കൂടുന്നോ? അയ്യോ സാറ് ചായയും കാപ്പിയൊന്നും കഴിക്കില്ല, പാലേ കഴിക്കൂ. നീ എന്തിനാ അവിടെ വന്ന്? എന്താ അവിടെ പരിപാടി നിനക്ക്? ഞാൻ സാറുമാർക്കൊരു ഹെൽപ്പ്. അല്ല മൂസാക്ക ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ആ എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ ഉണ്ണി, വിനോദ്, ബോണി, ഇത് മൂസാക്ക. കുട്ടികൾക്ക് അറിയൂ, ഈ ഫ്ലാറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു കോൺക്രീറ്റ് ജംഗിളാണ്. നമ്മളൊക്കെ അതിൽ ശ്വാസം മുട്ടി മരിക്കുന്ന മൃഗങ്ങളും. തൊട്ടടുത്ത് താമസിക്കുന്നവരെ പോലും പരിചയം ഉണ്ടാവില്ല. അയൽവാസിയുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാനുള്ള മനസ്സുണ്ടാവില്ല. നിങ്ങളെ പോലെ സഹൃദയരായ ചെറുപ്പക്കാരെ കണ്ടപ്പോ എനിക്ക് എന്റെ മൊണോട്ടസ് മാറിയതുപോലെ. നമുക്ക് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാം. എടുത്ത് കൊറേ ഗ്ലാസ് കൊറേ. നീ ഇത് പോയി വസന്തരോടൊന്നും പറയാൻ നിൽക്കണ്ട. സാറേ ഞാൻ പറയാതെ തന്നെ അവരറിയില്ലേ? ഒരെണ്ണം കഴിഞ്ഞാൽ തുടങ്ങുമ്പോ കവിത അല്ലേ? സാർ കവിത പാടുവോ? അങ്ങനെയൊന്നുമില്ല. അത് കള്ളം. വലിയ 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 കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുത്, ധാത്രി തൻ മടിയിൽ കിടക്കരുത്, മാറിൽ തിമിർക്കരുത്, കണ്ണിൻ മുലപ്പാൽ കൊതിക്കരുത്, പൂവിന്റെ കണ്ണിൽ നീ നോക്കരുത്, പൂതനാതന്ത്രം പുരണ്ടതാണ്, കുഞ്ഞേ ചിരിക്കരുത്, ചാടിക്കളിക്കരുത്, ആടിക്കളിക്കരുത്, കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുത്, കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുതേ, കതിരൻ മടിയിൽ കിടക്കരുതേ, കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുതേ, കതിരൻ മടിയിൽ കിടക്കരുതേ. കുട്ടുവടി പട്ടിരുമ്പ് വട്ടവാളും പേര് കേട്ട കുപ്രസിദ്ധപ്പെട്ടതാണ് ഈ ചാരായം. ചാരായം ചാരായം
10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങ വെള്ളം മൊത്തമായി കലക്കി വെച്ചാൽ കോടയുണ്ടാകും. 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങ വെള്ളം മൊത്തമായി കലക്കി വെച്ചാൽ കോടയും. അനന്തപത്മനാഭ സാർ വന്നിട്ടുണ്ട്. അനന്തപത്മനാഭന് അതാര്? അത് തൊട്ടടുത്ത് ഫ്ലാറ്റിൽ താമസിക്കുന്നതാ. IAS ട്രെയിനി. അടുത്ത് തന്നെ കളക്ടർ ആവേണ്ട ആളാ. അതിന് നമുക്കെന്താ? ഈ ഒച്ചയും ബഹളൊന്നും മൂപ്പർക്ക് പിടിക്കൂല. മൂപ്പർ വല്ലാത്ത കണിശക്കാരനാ. എന്താ വെച്ചാ നമുക്ക് മധുര യോഗോ കുടിച്ചു കഴിഞ്ഞാ പാടാതിരിക്കാനോ? അല്ല പിന്നെ അല്ല, അത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവും. അനന്തപത്മനാഭ സാറിന് അതൊരു ബുദ്ധിമുട്ടാ. അതുകൊണ്ട് പെരുക്ക പാടിയാ. കൊട്ടുപടി 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 വെട്ടിരുമ്പ് വട്ടവാളും പേര് കേട്ട കുപ്രസിദ്ധപ്പെട്ടതാണ് ഈ ചാരായം. ചാരായം ചാരായം 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങ വെള്ളം മൊത്തമായി കലക്കി വെച്ചാൽ കോടയുണ്ടാകും. 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങ വെള്ളം മൊത്തമായി കലക്കി വെച്ചാൽ കോടയുണ്ടാകും. പഴത്തൊലി മങ്ങാത്തൊലി. മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന വിധത്തിൽ ബഹളം വെക്കണമെന്നുണ്ടോ? അല്പം കൂടെ ശബ്ദം കുറച്ച് പാടിയാൽ അടുത്ത ഫ്ലാറ്റിലുള്ളവർക്ക് കിടന്നുറങ്ങാം. ഇവിടെ ആരോടും ഉറങ്ങണ്ടെന്ന് ഞങ്ങള് പറഞ്ഞില്ലോ. ഓ ഇല്ല. കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറിയാൽ ഉപകാരമായിരിക്കും. വെള്ളം അടിച്ചാ ഞങ്ങൾക്ക് സ്വല്പം മാന്യത കുറവാ. പ്ലീസ് എക്സ്ക്യൂസ് മീ. അങ്ങനെ പഴത്തൊലി മങ്ങാത്തൊലി മധുര നാരങ്ങാത്തൊലി കിണക്കര 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 പഴത്തൊലി മങ്ങാത്തൊലി മധുര നാരങ്ങാത്തൊലി ഏറ്റവും കൂടെ ഇട്ട് വച്ച ഈ ചാരായം. ചാരായം ചാരായം ചാരായം. ഇന്നലെ രാത്രി കുറച്ച് ഓവറായി പോയി. സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. പെട്ടെന്ന് കയറി തലയ്ക്ക് പിടിച്ചു. വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞു. സോറി. ആ ഉണ്ണിത്താ സാറ് കവിത ചൊല്ലിയപ്പോ എല്ലാവരും കൂടി ആകെ ബഹളമായി. നിങ്ങൾ മദ്യപിക്കുന്നതിലോ കവിത ചൊല്ലുന്നതിലോ എനിക്ക് ഒരു വിരോധമില്ല. ബട്ട് വൺ തിങ്, അടുത്ത ഫ്ലാറ്റുകളിൽ ആളുകൾ താമസം ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഇനി ഇത് ആവർത്തിക്കില്ല. സോറി. ഇറ്റ്സ് ഓക്കെ. സാർ, സോറി സാർ. അല്ല, ഈ അടുത്തടുത്ത ഫ്ലാറ്റുകളിൽ താമസിക്കുമ്പോ ഒരു മേച്ചർ അണ്ടർസ്റ്റാൻഡിങ്, ഐ മീൻ ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു വെരി മച്ച്. സാർ, സാറിന്റെ സോഷ്യൽ സ്റ്റാറ്റസും ഡിഗ്നിറ്റിയും മാനിക്കാതെ ഞങ്ങളിപ്പം ചീപ്പായിട്ട് പെരുമാറി. സോറി. ഓക്കെ ഓക്കെ. നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ. ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സ്പിരിറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. അയ്യോ, പ്രാർത്ഥിക്കായിരുന്നു അല്ലേ? സോറി, ശല്യപ്പെടുന്നില്ല. കാര്യം അനന്തപത്മനാഭൻ എന്നല്ലേ പേര്? മൂസാക്ക പറഞ്ഞു. സാർ, ഇന്നലെ രാത്രി ഉണ്ണിത്താൻ സാർ വന്ന് കവിത അല്ലെങ്കിലും മറ്റുള്ളവരൊക്കെ സ്മോൾ അടിയും. അപ്പൊ ഞാനും കൂടി അതില് ഗെറ്റ് ലോസ്റ്റ്. പങ്കെടുത്ത കാര്യം പറയാനും വേണ്ടി വന്നതിന് പട്ടിനെ പിടിച്ചാക്കും പോലെ നാട്ടണ മനുഷ്യന്. അവിടെ ചലോ ചലോ ജൽദി 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 ഒന്നും കൂടി തള്ളിക്കൊടുക്കാൻ. നോക്ക് നിൽക്കാതെ വന്ന് സഹായിക്കടോ. എന്നാ കുറച്ച് റിവേഴ്സ് എടുത്തോളി. ആ, നല്ല രണ്ടാൾ ഒന്നിച്ച് തള്ളണം. നിങ്ങൾ പറയും, ഞാൻ പറയും, തള്ളേ പോവില്ല. പിടിച്ചോ. ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് തോന്നില്ല കേട്ടോ. വേറെ ആരും ഹലോ, സഹായിക്കണോ? ആ, വേണ്ടി വരും. അല്ലാതെ പോണ മട്ടില്ല. ഭായേ തോടാ മദത് കരോ. ആവോ, സഹായിക്കാറോ? നീ അപ്പുറം വിളിക്കും, അപ്പുറത്തെ വശത്ത് വിളിക്കും. പോട്ടെ പോട്ടെ. തള്ളി തള്ളി. അങ്ങനെ അപ്പോളോ എല്ലാരും കൂടി ഒന്നിച്ച് തള്ളിയപ്പോ അതിന്റെ സുഖം കണ്ടങ്ങള്. ഈ വണ്ടി അനവധി ആളെ ജീവൻ രക്ഷിച്ചതാ. ഓഹോ, ആള് എടുക്കാം. അതെ, ഡോക്ടർ രാവിലെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് ഈ വണ്ടിയും തള്ളി അവിടെ ചെല്ലുമ്പോ ആമ്പിള്ള ഡോക്ടർമാര് ഓപ്പറേറ്റ് ചെയ്ത് രോഗി സുഖമായി ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതിലിടക്ക് ഒരു ദിവസം കറക്റ്റിന് സ്റ്റാർട്ടായി ഇത് അവിടെ ചെന്നു. അന്നത്തെ രോഗി കാര്യം ജൽദി ഭായ്, ഓപ്പറേഷൻ. തളിക്കോ തളിക്കോ. മൂപ്പര് അച്ഛന്റെ പ്രായം വണ്ടിക്ക് നല്ലതൊന്നും മാറ്റുമോ? അതുമില്ല. ശുക്രിയ, ബഹുത് ശുക്രിയ. ആ, കൂടുതൽ നോക്കണ്ട, കൂടെ പോരും. അങ്ങനല്ലേ ഡോക്ടർ കുടുങ്ങി. അയാളുടെ തന്നെ ആസ്പത്രിയിലെ നേഴ്സായ തിരുവല്ലക്കാരി കൊച്ചി ത്രേസ്യ മിസ്സിസ് അഗർവാൾ ആയത് അങ്ങനല്ലേ? അതുകൊണ്ട് കൂടുതൽ നോക്കണ്ട, ഞാൻ തന്നെ പിടുത്തം കൊടുക്കാതെ ഒഴിഞ്ഞു നടക്കുക. യെസ്, അനന്തപത്മനാഭൻ ഹിയർ. ഞാൻ ബോണിയാണ്. അപ്പുറത്തെ ഫ്ലാറ്റിലെ ഉണ്ണികൃഷ്ണൻ എന്ന് വിളിച്ചു തരൂ. വളരെ അത്യാവശ്യമാണ്. ബുദ്ധിമുട്ടാവില്ലല്ലോ? ആ, വിളിക്കാം. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഒരു ഫോണുണ്ട്. ഒന്ന് മാറി. ആ, ഉണ്ണി. ഉണ്ണി, ഞാനിന്ന് വരില്ല. ഞങ്ങളുടെ ഏരിയ മാനേജർ ട്രിവാൻഡ്രത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എക്സിക്യൂട്ടീവ് മീറ്റിംഗ്, പിന്നെ
ഒന്ന് പോടാ. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഏതെങ്കിലും ജിൽജിലാക്കിയ ബുൽബനാക്കിയ ഒത്തു കാണും. ഇല്ലളിയാ, ആദ്യം ഡ്യൂട്ടി, അത് കഴിഞ്ഞാ നാളെ സാറ്റർഡേ അല്ലേ, സൺഡേ പറ്റിയാലൊന്ന് കോവളത്ത് കൂടും. ആരാണ് കമ്പനിക്ക്? ആശാ ചെറിയനാണോ, ശ്രീലയാണോ, ഷാൻഡി പി തോമസ് ആണോ, ശാന്തിയാണോ, ആരാണ്? ഇത് അതൊന്നും അല്ലളിയാ, പുതിയ നമ്പരാ. വരുമ്പോ ഡീറ്റെയിൽസ് പറയാം. എടാ കോവളമാണ്, സൂക്ഷിക്കണം. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നാ ഈ പഠിക്കാത്ത ഞാൻ കേട്ടില്ല, പറഞ്ഞേക്കാം. വേലി ചാടുമ്പം മുള്ളു കൊള്ളാതിരിക്കാനും ബോണിക്ക് അറിയാം മോനെ. വിനോദിനോട് പറഞ്ഞേ. ശരി, ഓക്കെ. സോറി, ഒരു ശല്യായില്ലോ. ഇനിയും കോള് വന്നാ വിളിക്കാൻ മറക്കരുത്. എന്താ ഇത്? എന്താ അവിടെ? ഇവിടെ വല്ലതൊക്കെ നടക്കും. ഒരു കളർ കണ്ടോ? ഇവിടെ ഉണ്ട് കളർ, താഴെ ഉണ്ടെന്ന്. ഞാനിവിടെ ഒരു കലക്കോളി. എടാ, നിന്നെ കൂടെ താമസിപ്പിച്ച അടി കൊള്ളുന്ന അവസ്ഥയാണല്ലോ. എടാ, നിന്റെ ഈ കളർ പരിപാടി കാരണം നേരത്തെ താമസ സ്ഥലത്ത് പിടിച്ച് പുറത്താക്കിയത്. ചളമാക്കും നീ. പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്ന് കെട്ടിയാ ഞാനെന്തോ ചെയ്യാനാ? ഫോർ എവറി ആക്ഷൻ ദേർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാ. അതെ, അതുകൊണ്ടാണല്ലോ ആ പെണ്ണിന്റെ ആങ്ങളെ നിന്റെ കുത്തിനെ കയറി പിടിച്ചത്. അന്ന് ഞാനില്ലാതെ കാണായിരുന്നു. നീ ഇല്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ അങ്ങ് ഞൊട്ടും. ഇതുപോലെ എത്ര കേസ് കെട്ടിൽ നിന്നും പുഷ്പം പോലെ ഈ ബോണി ഊരി പോന്നിട്ടുണ്ടേ. ഓ പിന്നെ എടാ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ഒരു വൈഭവം വേണം, യോഗവും വേണം. എന്നാണാവോ അമൃതകുമാരിയും ആശാചെറിയാനും സീനത്തും സുരന്തയും ഒക്കെ പച്ചമാങ്ങയും കടിച്ച് ഇങ്ങോട്ട് കയറി വരാൻ പോകുന്നത്? ഒരവളുമാരും വരില്ലളിയാ. എല്ലാത്തിന്റെ അക്കൗണ്ട്സ് അപ്പോഴപ്പോഴും സെറ്റിൽ ചെയ്ത് റെസീറ്റ് വാങ്ങും. ഗുഡ് മോർണിംഗ്, മൂസാക്കയാണ്. വാസ്തവം പറഞ്ഞ ഇവിടെ ഒരു കമ്പനി കിട്ടാതെ വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. പിന്നെ ഉണ്ട്, വയസ്സും പ്രായക്കാരുള്ള ആളുകളുണ്ട്. അതൊക്കെ എങ്ങനെ നമുക്ക് ശരിയാവും? നിങ്ങൾ ഇങ്ങനെ ചെറുപ്പക്കാർ, നമ്മളിങ്ങനെ ഗ്യാങ് ആവുമ്പോ വെരി ഹാപ്പി. മൂസാക്കൊക്കെ ഒരു ചായ കൊടുറേ. എന്നെ കൊണ്ട് വയ്യാൻ ചായ ഉണ്ടാക്കാൻ വേണമെന്നില്ല. ഇത് കുടിച്ചാട്ടാ. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു മടിയും വിചാരിക്കേണ്ട, മൂസാക്കണ്ട ഹെൽപ്പ് ചെയ്യാൻ. മൂസാക്ക എത്ര കാലമായി ഇവിടെ വാച്ച്മാനായിട്ട്? വാച്ച്മാനോ? വാച്ച്മാൻ അല്ല, ഞാൻ കെയർ ടേക്കറാ. ഓ, കെയർ ടേക്കർ. അല്ല മൂസാക്ക, ഈ ഏരിയയിൽ എങ്ങനെയാ ഭൂരിപക്ഷം? ഈ ഏരിയയിൽ കൂടുതൽ നായന്മാരാ, പിന്നെ മറ്റോരും ഉണ്ട്. അതല്ല, ഈ ഭൂരിപക്ഷം. ഓ, ഭൂരിപക്ഷം. അതിപ്പോ അങ്ങനെ പറയാൻ പറ്റൂല. രണ്ടും ഈക്വലാ, കോൺഗ്രസും ഉണ്ട് കമ്മ്യൂണിസ്റ്റും ഉണ്ട്. അതല്ല, ഓരോ വീടുകളിലും. ഇവിടെ ഓരോ വീട്ടിൽ എത്ര ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ടെന്ന് ഇവൻ ഓ, ചോദിക്കുന്നു. അത് ശരി, അത് സ്ത്രീകളാ കൂടുതൽ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. പിന്നെ ആ 19 സീല് അവിടെ ആരാ താമസം? 19 ജില്ല ഒരു അമ്മിമോള്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് വഷളാവരുത്. അയൽവക്കത്താരാണെന്ന് അറിയണ്ടേ? പിന്നെ അവരുടെ ഫാദർ എന്ത് ചെയ്യുന്നു? ഫാദർ കുവൈത്തിലാ. ഇയാള് 2 കൊല്ലം കൂടുമ്പോഴേ വരുള്ളൂ. പിന്നെ ആ കുട്ടിയുടെ പേരെന്താ? സൗമ്യ. സൗമ്യ, ബ്യൂട്ടിഫുൾ നെയിം. നല്ല സ്മാർട്ട് കുട്ടി, ആര് കണ്ടാലും കൊതിക്കും. വലിയ അളക്കാരിയാ. പിന്നെ ഈ കുട്ടി ഏത് കോളേജ് പഠിക്കുന്നു? കോളേജോ? അതിന് മാത്രം അയക്കണോള്. ഓ, നഴ്സറിയിലല്ലേ. നഴ്സറിയില്ല. പിന്നെ 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അത് പോട്ടെ. ഈ 21A ഒരു മാക്സി എല്ലാം കഴി വെളിയിലിട്ടിരിക്കുന്നു, അവിടെ ആര് താമസം?